السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് 2024 ഒക്ടോബർ മാസം 4-ാം തീയതി നടത്തിയ ജുമാ ഖുതുബയുടെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രസ്തുത ഖുതുബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രവാചകന്മാരുടെയും സീലാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറ അൽ-അഹ്സാബിൽ 33-ാം അധ്യായത്തിൽ 46-47 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇന്ന അർസൽനാക്ക, നിശ്ചയമായും നാം താങ്കളെ അയച്ചിരിക്കുന്നു, ഷാഹിദൻ, ഒരു സാക്ഷിയായി, വ മുബശ്ശിറൻ, എ ബിയറർ ഓഫ് ഗുഡ് ടൈഡിങ്സ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി, വ നദീറൻ, ആൻഡ് എ വാണർ, ഒരു മുന്നറിയിപ്പുകാരനായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഒരു സാക്ഷിയായി നിയോഗിച്ചിരിക്കുന്നു, ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി നിയോഗിച്ചിരിക്കുന്നു. വ നദീറൻ, ഒരു മുന്നറിയിപ്പുകാരനായി നിയോഗിച്ചിരിക്കുന്നു. വദാഇയൻ ഇലല്ലാഹി, കാളിംഗ് പീപ്പിൾ ടു അല്ലാഹ്. വദാഇയൻ, വിളിക്കുക, ക്ഷണിക്കുക, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, ബി ഇദ്നിഹി, അവൻ്റെ കൽപ്പന പ്രകാരം, അല്ലാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച്, അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടി അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയും നിന്നെ നിയോഗിച്ചിരിക്കുകയാണ്. വസിറാജൻ മുനീറ, നീ ഒരു സിറാജാണ്, ഒരു വിളക്കാണ്. മുനീർ, പ്രകാശം നൽകുന്ന, പ്രകാശം ചൊരിയുന്ന ഒരു വിളക്കായും, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടി
ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി നിന്നെ നാം നിയോഗിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവനായി നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ജനങ്ങൾക്കൊരു സന്തോഷവാർത്ത അറിയിക്കുന്നവനായി നിയോഗിച്ചിരിക്കുന്നു. നിന്നെ ഒരു സാക്ഷിയാക്കിയിരിക്കുകയാണ്. നീ ഇതൊക്കെ നിർവഹിച്ച ആളാണ് എന്നതിന് നീ ഒരു സാക്ഷിയാണ് എന്ന് പറഞ്ഞ് ഈ വചനം, 2 വചനങ്ങൾ ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായി പറയുന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ പ്രഭാഷണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രഭാഷണം ഞാൻ തുടരുകയാണ്. ദ ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ് എമംഗ് ഓൾ പ്രോഫറ്റ്സ്, എല്ലാ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ പദവി സംബന്ധമായിട്ട് അദ്ദേഹം ആരായിരുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു, അതിന് പറഞ്ഞ ഗുണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഷാഹിദാണ്, മുബഷിറാണ്, നദീറാണ്, ദാഴിയന്നിലാണ്, സിറാജാണ്, മുനീറാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ് എമംഗ് ഓൾ പ്രോഫറ്റ്സ്, എല്ലാ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പരാമർശിച്ചതുപോലെ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാണ്. ആൻഡ് ദ ലാസ്റ്റ് ലാബിയറിംഗ് പ്രോഫറ്റ്. അത് മാത്രമല്ല, മാനവകുലത്തിനു വേണ്ടിയുള്ള അവസാനത്തെ നിയമസംഹിതയുമായിട്ട് വന്ന പ്രവാചകനാണ്. എത്ര കാലം ഇനി ഭൂമുഖം മുന്നോട്ട് പോയാലും മാനവകുലം ഭൂമിയിൽ ഉണ്ടെങ്കിലും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഒരു വ്യക്തിയിലൂടെ തൻ്റെ സന്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുന്നു, നിയമസംഹിത. അത് ദ ലാസ്റ്റ് ലാബിയറിംഗ് പ്രോഫറ്റായിട്ട് നിയമസംഹിതയായി വന്ന അവസാനത്തെ പ്രവാചകനാണ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദെയർ വിൽ ബി നോ പ്രോഫറ്റ്സ് ആഫ്റ്റർ ഹിം. ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ശേഷം പ്രവാചകൻ ഇല്ലെന്നല്ല, പ്രവാചകന്മാരില്ല എന്നുമല്ല. നിയമസംഹിതയുമായി വന്ന അവസാനത്തെ പ്രവാചകൻ. ഈ നിയമസംഹിത വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഓരോ കാലത്തിലും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി ഇതിനെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവാചകന്മാർ, പ്രോഫറ്റ്സ് ആൻഡ് മെസ്സഞ്ചേഴ്സ് ഓഫ് അല്ലാഹ് വിൽ കണ്ടിന്യൂ ടു കം, തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ ദൂതന്മാരും പ്രവാചകന്മാരും വന്നുകൊണ്ടിരിക്കും. പക്ഷേ പുതിയ നിയമസംഹിതയുമായ ഒരു പ്രവാചകനും ഇനി വരാനില്ല. ഒൺലി ഫ്രം ഹിസ് ഓൺ ഉമ്മ. ഈ വരുന്നവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നായിരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരസിച്ച സമൂഹത്തിൽ നിന്ന് ഇനി ഒരു പ്രവാചകനും വരില്ല. അള്ളാഹുവിൽ നിന്നുള്ള ബോധനവുമായി ഒരാളും വരില്ല. ദിസ് ഫോംസ് എ ചെയിൻ ഓഫ് ബിലീഫ്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ചങ്ങല സൃഷ്ടിക്കുകയാണ്. വേർ വൺ മെസ്സഞ്ചർ കൺഫേംസ് ദ അതർ. അങ്ങനെ ഓരോ കണ്ണിയും മുൻപ് വന്ന കണ്ണിയെ സത്യപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ വരുന്ന പ്രവാചകന്മാർ. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ പിന്തുടർന്നതുകൊണ്ട് എന്നെ അല്ലാഹു തആല ഈ നൂറ്റാണ്ടിൽ നിയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ പറയുന്ന ശൃംഖല, നബിയിൽ നിന്നും കോർത്തു വിട്ടിരിക്കുന്ന ഈ മണികൾ ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നിടത്ത് ഉദ്ദേശിക്കുന്ന ആളാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. ദിസ് ഫോംസ് എ ചെയിൻ ഓഫ് ബിലീഫ് വേർ വൺ മെസ്സഞ്ചർ കൺഫേംസ് ദ അതർ. ഓരോ പ്രവാചകനും മറ്റേ വരുന്ന പ്രവാചകനെ സത്യമാണെന്ന് ഉറപ്പിച്ച് പറയുന്നതാണ്. And the new messenger is born from the community and faith of the previous messenger of Allah
who passed away. ഒരു നൂറ്റാണ്ടിൽ വന്ന, ഒരു കാലത്ത് വന്ന പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത കാലഘട്ടത്തിൽ, അടുത്ത നൂറ്റാണ്ടിൽ ആ പ്രവാചകൻ വരുന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങി ഈ ശൃംഖല, ഈ കണ്ണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഉമ്മ ഓഫ് ഹസരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ the world witnessed the advent of the promised Messiah Mirza Ghulam Ahmad alayhi salam in the 14th century Hijra. ഹിജറ 14-ാം നൂറ്റാണ്ടിൽ ലോകം സാക്ഷ്യം വഹിച്ചതാണ് വാഗ്ദത്ത മസീഹായ മിർസ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാമിൻ്റെ ആഗമനം. ആഫ്റ്റർ ഹസരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാം, ഹസരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാമിന് ശേഷം, ഇറ്റ് ഈസ് ഓൺലി നാച്ചുറൽ that any subsequent messenger who is present among you, അതിനെ തുടർന്ന് വരുന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ നിങ്ങളിൽ വരികയാണെങ്കിൽ, മസ്റ്റ് കം ഫ്രം ദ ഉമ്മ ഓഫ് ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നായിരിക്കും. ആൻഡ് ആൾസോ ഫ്രം ദ സ്പിരിച്വൽ ഫാമിലി ഓഫ് ഹസരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാം, ഹസരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള, ആത്മീയ കുടുംബത്തിൽ നിന്നുള്ളവരുമായിരിക്കും. അപ്പോൾ വരുന്നവരൊക്കെ 14-ാം നൂറ്റാണ്ടിന് ശേഷം ഇനി വരുന്നവരൊക്കെ ഹസരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാം കൊളുത്തിവെച്ച ആത്മീയ കുടുംബത്തിൽ നിന്നും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നും ഉള്ളവർ ആയിരിക്കും വരുന്നത്. ഹെൻസ് ഇൻഷാ അല്ലാഹ് ദ ന്യൂ മെസ്സഞ്ചർ ഹു ഈസ് ടു അപ്പിയർ ഇൻ ദിസ് വേൾഡ് will come from me. പുതുതായി ഈ ലോകത്തേക്ക് വരേണ്ട ഒരു പുതിയ പ്രവാചകൻ എന്നിലൂടെ ആഗതനായിരിക്കുകയാണ്. ഫ്രം മൈ ഓൺ സ്പിരിച്വൽ ലെസൺസ്, ഇനി എൻ്റെ തന്നെ ആത്മീയ സത്തയിൽ നിന്നായിരിക്കും ഫ്രം ദ ഉമ്മ ഓഫ് ഹസരത്ത് മുഹമ്മദ് വിത്തിൻ ദ സഹീൽ ഇസ്ലാം. ഇനി വരുന്നത് തീർച്ചയായിട്ടും സഹീൽ ഇസ്ലാമിൽ നിന്നും, എന്നിൽ നിന്നും, ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ചേർന്നവരിൽ നിന്ന് തന്നെയായിരിക്കും ഇനി അടുത്ത പ്രവാചകൻ വരുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്, വെൻ എ ബിലീവർ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ്, ഒരു വിശ്വാസി ഈ ആശയം പരിപൂർണമായി ഗ്രഹിച്ചാൽ, they will see that everything is connected to Allah and Hazrat Muhammad Mustafa sallallahu alaihi wasallam. അവർക്ക് മനസ്സിലാകും എല്ലാം ബന്ധിതമാണ് അള്ളാഹുവും ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട്. എല്ലാ കാര്യങ്ങളും ഇനി വരുന്ന ആത്മീയപാതയിലെ എല്ലാ പ്രവാചകന്മാരും രണ്ട് കാര്യത്തിൽ ബന്ധിതമായിരിക്കും. അള്ളാഹുവിലും അവൻ്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധിതമായിരിക്കും. ആ ബന്ധിപ്പിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നിർവഹിക്കപ്പെട്ടു. ഒരു പക്ഷേ അതിനു മുൻപ് തന്നെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധിപ്പിക്കൽ ഇങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നും, മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുമുള്ള ആ സന്ദേശമാണ്. ദ ഗ്രേറ്റസ്റ്റ് ഓണർ അല്ലാഹ് ഹാസ് ഗ്രാൻഡഡ് ടു ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് ദാറ്റ് ഓൾ ദ പ്രോഫറ്റ്സ് ഇൻ ദ പാസ്റ്റ് ഫോർടോൾഡ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും ഇൻ ദ പാസ്റ്റ് ഫോർടോൾഡ് ഹിസ് കമ്മിങ്, അദ്ദേഹത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച്, വരവിനെക്കുറിച്ച് പ്രവചനം നൽകിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള നിയോഗിതർ വന്നുവോ അവരെല്ലാവരും ഈ മരുഭൂപ്രദേശത്തുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ച്
പ്രവചനം ചെയ്തിട്ടുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ഓണർ അല്ലാഹ് ഹാസ് ഗ്രാൻഡഡ് ടു ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അദ്ദേഹത്തിന് മുൻപ് വന്ന സകല പ്രവാചകന്മാരും അദ്ദേഹത്തെ സംബന്ധിച്ച് ദൈവിക ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരാൾ വരുന്നതിനെക്കുറിച്ച് പ്രവചനം ചെയ്തിരുന്നു. ആൻഡ് ആഫ്റ്റർ ഹിം, അദ്ദേഹത്തിന് ശേഷവും, ഓൾ പ്രോഫറ്റ്സ് ദാറ്റ് വിൽ കം വിൽ കൺഫേം ഹിസ് മെസ്സേജ്. അതിനുശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വരുന്ന എല്ലാ ദൂതന്മാരും എല്ലാ പ്രവാചകന്മാരും, all prophets that will come will confirm his message. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വരുന്ന എല്ലാ പ്രവാചകന്മാരും ചെയ്യുന്നത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മധ്യത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ മുൻപും അതിൻ്റെ പിൻപും ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും, അതിനുശേഷവും ലോകത്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്ന നിലയിലാണ് ദ ഖുർആൻ ആൻഡ് സുന്ന. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും അനുസരിച്ച് ഇത് നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദ പ്രോഫറ്റ്ഹുഡ് ഓഫ് ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് സച്ച് എ ഡിവൈൻ മേഴ്സി ഫോർ ദ എൻറ്റയർ യൂണിവേഴ്സ്. മുഴുവൻ ലോകത്തിനും ദൈവികമായ കാരുണ്യത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആദിമകാലം മുതൽ ഇനി അവസാന കാലം വരെയും ഈ പ്രവാചകനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത്. അത് ഡിക്ലെയർഡ് ദാറ്റ് ഹീ ഈസ് റഹ്മത്തുൽ ലിൽ ആലമീൻ. അദ്ദേഹത്തിനെക്കുറിച്ച് പ്രഖ്യാപനം നടന്നത് എ മേഴ്സി ടു ഓൾ ദ വേൾഡ്സ്. മുഴു ലോകത്തിനും കാരുണ്യവാനായിട്ടാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻ ഹിസ് വെരി ബീയിങ് ഈസ് എ ബ്ലെസ്സിങ് ആൻഡ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ആൾ പീപ്പിൾ. മുഴു ജനതയ്ക്കും മാതൃകാപരമായ ജീവിതം നയിച്ച് കാണിച്ചു കൊടുത്ത ഏറ്റവും ഉത്തമനായ ഒരു ദൂതനായിരുന്നു. ഫോർ ആൾ ടൈംസ്, എല്ലാ കാലഘട്ടങ്ങളിലേക്കും. വെദർ ഇറ്റ് ഈസ് ഹിസ് ഓൺ ഇറ, അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, ഓർ ഓൾ ദ ഇറാസ് ദാറ്റ് ഫോളോ അണ്ടിൽ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, വിധിനാൾ വരെ പിന്തുടരുന്ന ഓരോ നൂറ്റാണ്ടുകളിലായാലും ശരി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമുഖത്ത് നിലനിൽക്കത്തക്ക നിലയിലുള്ള ജീവിത മാതൃകയാണ് അദ്ദേഹത്തിലൂടെ മാനവകുലത്തിൻ്റെ മുമ്പിൽ അള്ളാഹു തുറന്നു വെച്ചത്. അതുകൊണ്ട് ഈ പ്രവാചകൻ എന്ത് പറഞ്ഞുവോ, എന്ത് ചെയ്ത് കാണിച്ചുവോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഹിക ലോകത്തിലും പാരിത്രിക ലോകത്തിലും നിങ്ങൾക്ക് വിജയവും സന്തുഷ്ടിയും ലഭിക്കുന്നതാണ്. ആരാരെല്ലാം ഈ പ്രവാചകനെ അവഗണിക്കുകയും ഈ അധ്യാപനത്തെ മറികടക്കുവാൻ ശ്രമിക്കുകയും ഈ അധ്യാപനത്തെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നുവോ, അവരുടെ ജീവിതം ഐഹിക ലോകത്തിലും പാരിത്രിക ലോകത്തിലും പരാജയം തന്നെയാണ്. ദൈർഘ്യമേറിയ ഒരു പ്രഭാഷണമാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ സൗകര്യപ്രദമായ നിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ ആത്മീയ നേതാവാണ്, മാനവകുലത്തിൻ്റെ ആത്മീയ നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് മാനവകുല ഉൽപ്പത്തി മുതൽ വന്ന ദൈവീക ബോധനം ലഭിച്ച സകല ആളുകളും പ്രവചനം ചെയ്തിട്ടുള്ളതാണ്. ഇനി ദൈവത്തിൻ്റെ പേരിൽ ആ ഏക ദൈവത്തെ ആരാധിക്കണമെന്ന് കൽപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന സകല പ്രവാചകന്മാരും ആ പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ടുവരുന്നവരായിരിക്കും. അങ്ങനെ ദ ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ്സ്, പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും സമുന്നത സ്ഥാനത്ത് നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെയും ജീവിത മാതൃകയെയും പിന്തുടരുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും ഇതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നിത്യജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി എന്ത് കഠിന യാതന അനുഭവിക്കേണ്ടി വന്നാലും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നും അതിലൂടെ മാത്രമേ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നമ്മുടെ സമൂഹവും രക്ഷപ്പെടുകയുള്ളൂ എന്നും ഉള്ള പരമമായ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കുക. അല്ലാഹു തആല നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.